നിങ്ങൾ എന്തോന്നേ കാണിക്കുന്നേ? നീയായിരുന്നു. തീരുമായിട്ടുള്ളൊരു സിദ്ധനുണ്ട്, മഹാമാന്ത്രികൻ. കൂടുവിട്ട് കൂടുമാറാൻ ബഹുകമൻ. അയാൾ എന്റെ മോൾക്കൊരു ഭസ്മം ജപിച്ചു തന്നു. ഇരു ചെവി അറിയണ്ട. അച്ഛാ, ഈ ഭസ്മത്തിന്റെ പുറത്ത് കുറച്ച് കുങ്കുമം കൂടെ ഇട്ടോട്ടെ? ഓ, ഇത് നെറ്റിയിലിടാനുള്ളതല്ല. പിന്നെ എന്തോന്നിനാ? നേരെ ചൊവ്വേ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഒടിവിദ്യ പ്രയോഗിച്ചെങ്കിലും കുറിപ്പ് കാര്യം നടത്തുമെന്ന് എനിക്ക് അറിയാമല്ലോ. വശീകരണ മന്ത്രം ജപിച്ച് പൂജിച്ചെടുത്ത ഭസ്മം ഞാൻ ഈ മോരി കലക്കിയിട്ടുണ്ട്. ഇതിലൊരല്പം മോള് കുടിക്കണം. എന്നിട്ട് തൊട്ടുരുയാടാതെ കൊച്ചുകൃഷ്ണന് കൊണ്ടുപോയി കൊടുക്കണം. പക്ഷെ കൊച്ചുകൃഷ്ണൻ ചേട്ടൻ കുടിച്ചില്ലെങ്കിലോ? എന്റെ പൊന്നു മോളെ എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് ഇത് കുടിപ്പിക്കണം. ആ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ മുറിയിലെത്തി അവൻ കുടിക്കുന്നത് വരെ മിണ്ടരുത്. കുടിക്കും, കുടിക്കും. പൊന്നുമോള് പൊന്നുമോള് സ്പൂൺ വീഴല്ലേ. അവന്റെ വയറ്റിലോട്ട് നിന്ന് ചെന്നോട്ടെ, പിന്നെ നമുക്ക് കാണാം രാധയും കൃഷ്ണനും പോലെ അവർ ഈ തറവാട്ടിന് ചുറ്റും കളിച്ച് ഇരിച്ച് നടക്കുന്നത്. ഇനി അല്പം നമുക്ക് കുടിക്കാം. അപ്പോഴേ ഇപ്പൊ തന്നെ രണ്ടുപേര് ജാഥയായിട്ട് കൊണ്ട് കൊടുത്തേ ഉള്ളൂ. എല്ലാം കൂടി കുടിച്ചാൽ ചെറുക്കന്റെ കുടല് പഴുത്തു പോവും. ഭയങ്കര ദാഹം. കുറച്ച് ഞാനേ. അയ്യോ, എന്ത് പറ്റി? അടുത്തത് കൊണ്ടുവരുന്നുണ്ട്. വേണ്ട, എനിക്ക് വേണ്ട. വേണ്ടാത്തോണ്ടാ. എനിക്ക് വേണ്ട. അയ്യോ, വേണ്ടാത്തോണ്ടാ. ഞാൻ ഇല്ലാഞ്ഞിട്ടല്ല. അയ്യോ, വേണ്ടാത്തോണ്ടാ. കുടിക്കാം, കുടിക്കാം, കുടിക്കാം. ഓ, രാവിലെ തുടങ്ങിയ ഒടുക്കത്തെ കുടിപ്പിക്കലാ. ഞാൻ കുടിക്കട്ടെ. സുമാരി, അയ്യോ വേണക്കുട്ടാ, എന്ത് പറ്റി? വേണക്കുട്ടാ, ചേട്ടാ, എന്താ ഇത്? പ്രേതബാധയല്ലോ. എന്താ കാര്യം? വായിക്കാത്തെന്തോ പോയെന്നാണല്ലോ പറയുന്നത്. ആണിയോ? മോരോട് മോരോട് വായിക്കാത്തോട് ഒഴിച്ചോട്. കുടിച്ചോ, കുടിച്ചോ. ആ, എല്ലാ കുന്ത്രാണ്ടങ്ങളും ഒപ്പിച്ചു വെച്ചിട്ട് എങ്ങനെ കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു? അയ്യോ, എന്താ വാറുകുട്ടി, എന്താ? നിങ്ങൾ എന്താ പറഞ്ഞത്? തറവാടിന്റെ മുറ്റത്തോട് ഓടിക്കളിച്ച് നടക്കുന്നോ? ഓടിക്കളിച്ച് നടക്കുന്ന രാധാകൃഷ്ണനെ ഞാൻ കാണിച്ചിരാ. കണ്ടോ? നീ അവളെ പിടിച്ച് മാറ്റി. ഇതിവിടെ ഉറച്ചുപോയി. എന്തായി കാണിക്കുന്നത്? പൂജാമുറിയിൽ കയറി അശുദ്ധമാക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? പൂജാമുറിയിൽ നിന്ന് വെള്ളം അടിക്കാല്ലേ? അയ്യോ, അത് പനിനീരാണ്. പനിനീർ കുപ്പിയിൽ പട്ട നിറച്ച ആരും കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചല്ലേ? പട്ട പട്ട. പാതിരാത്രി പട്ട അടിക്കാനാണെങ്കിൽ പകല് മുഴുവൻ ഈ അമ്പലത്തിന്റെ പടി കയറി ഇറങ്ങണോ? ഈ പൂജാമുറി തന്നെ ഇരുന്ന് അടിക്കണോ? എല്ലാരും കാണുക പുറത്തിറങ്ങി അടിച്ചൂടെ? നിങ്ങൾക്കറിയില്ല കുഞ്ഞുങ്ങളെ, ലഹരിയുടെ സുഖം അനുഭവിക്കാൻ വേണ്ടിയല്ല ഞാൻ മദ്യപിക്കുന്നത്. ധ്യാനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും പരിഹരിക്കാൻ കഴിയാത്ത എന്റെ വിഷമങ്ങൾ മറക്കാൻ വേണ്ടിയിട്ടാ പൂജാമുറിയിലിരുന്ന് ഞാൻ ഈ പാപം ചെയ്യുന്നത്. ഇതൊക്കെ എല്ലാ കള്ളുടിയന്മാരും പറയുന്നതാ. അല്ല,
ഇത് കണ്ടോ, 18 വർഷം മുമ്പ് കത്തിച്ചതാണിത്, ഈ കിടാവിളക്ക്. ഇതിന്റെ പിന്നിൽ ഒരു ദുഃഖത്തിന്റെ കഥയുണ്ട്. ഇതിപ്പോ നിങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തിനാ അതൊക്കെ മറച്ചു വെച്ചത്? എല്ലാവർക്കും ഞാൻ അമ്പോറ്റി സ്വാമി, പക്ഷേ മനസ്സിപ്പോഴും പഴയ അമ്പുജാക്ഷനാരുടേതാ. തിരുവായ്ക്ക് എതിർവായില്ല എന്ന് പറഞ്ഞതുപോലെ അമ്മയുടെ മുമ്പിൽ സംസാരിക്കാൻ പോലും ഭയപ്പെട്ടിരുന്ന കാലഘട്ടത്തിലാണ് അഞ്ചൽ മാസ്റ്റർ അനന്തംപിള്ളിയുടെ മകൾ സൗദാമിനിയും ഞാനും തമ്മിൽ അടുപ്പത്തിലായത്. എന്താ അത്ഭുതം തോന്നുന്നുണ്ടോ? സത്യമാണ്. നിയമപരമായി ഞങ്ങൾ വിവാഹിതരായില്ലെങ്കിലും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞങ്ങൾ ഒന്നായി, എല്ലാ അർത്ഥത്തിലും. അവരിപ്പോൾ എവിടെയാ? അറിയില്ല. എല്ലാ എതിർപ്പുകളെ അവഗണിച്ച് സൗദാമിനെ സ്വന്തമാക്കണമെന്ന മോഹമായിരുന്നു ഉള്ളിൽ. പക്ഷെ അമ്മയുടെ മുമ്പിൽ എനിക്കതിനുള്ള ധൈര്യം ഉണ്ടായില്ല. അനന്തംപിള്ളയും സൗദാമിനിയും എന്നെ തിരക്കി കണ്ണേറ്റക്കരയിൽ വന്നിരുന്നു. അന്ന് അവരോടുള്ള ഈ അമ്മയുടെ പെരുമാറ്റം എന്തായിരുന്നുവെന്ന് നിനക്ക് ഊഹിക്കാമല്ലോ. അവരെ ക്രൂരമായി ഇറക്കി വിട്ടു. നിറകണ്ണുകളുടെ സൗദാമിനി പടിയിറങ്ങി പോകുന്നത് എനിക്ക് നോക്കി നിൽക്കേണ്ടി വന്നു. എന്റെ ഇഷ്ടം പുറംകാലുകൊണ്ട് തട്ടിയെറിഞ്ഞ അമ്മയോടുള്ള വാശി, സൗദാമിനിയോട് എനിക്ക് നീതി പുലർത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള കുറ്റബോധം, അതാണ് എന്നെ ഈ കോലത്തിലെത്തിച്ചത്. അവരെ പിന്നെ അന്വേഷിച്ചില്ലേ? ഇന്നും അന്വേഷണം തുടരുകയാണ്. അമ്പട വേണുക്കുട്ടാ, നിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും. ആഹാ, എന്റെ മോളെ നിന്ന് നോക്കുന്നു. എന്റെ അമ്മേ! അയ്യോ, പാറക്കുട്ടി, ഞാനാണ്. അയ്യോ അയ്യോ, നിങ്ങളായിരുന്നോ? നിങ്ങൾ എന്തിനാ ഇവിടെ വന്നിരുന്നേ? ഞാൻ ആ വേണുക്കുട്ടനാണെന്ന് വെച്ചാ ഇത്രയും വലിയ അടി അപ്പൊ അടിച്ചത്? ഞാനാണെങ്കിലും നീ അടിക്കുമായിരുന്നല്ലേ? നിങ്ങൾ ഇത് എവിടെ പോയിരുന്നു? വശീകരണ ഭസ്മം തന്ന സിദ്ധനെ ഞാൻ തലശ്ശേരി പോയി കണ്ടു. ആ, എന്നിട്ട് മറുവിദ്യ ചെയ്ത് ഒരു കലശത്തിലാക്കി തരും. അവൻ ആ കലശം മറികടന്ന അതോടെ ബന്ധം മുറിയും. അതിനു മുമ്പ് രാത്രിയിൽ ഇവൻ ഏത് വഴിയിലൂടെയൊക്കെ സഞ്ചരിക്കുന്നെന്ന് അറിയാനാ ഞാൻ ഇവിടെ വന്നിരുന്നത്. 2-3 ദിവസത്തിന് ഞാൻ കലക്കി കൈ തരാം. അതിനു മുമ്പ് നീ എന്റെ തല അടിച്ച് കളിക്കില്ലേ? 2-3 ദിവസം, 3 ദിവസം പോയിട്ട് ഒരു നിമിഷം കാത്തിരിക്കാൻ പറ്റില്ല. ഇതിന് മറമരുന്ന് ഒന്നേ ഉള്ളൂ. എത്രയും വേഗം കൊച്ചുവിഷനുമായിട്ടുള്ള കല്യാണം ഉറപ്പിക്കണം. അതിന് ബന്ധമൊന്നും മുറിച്ച് കിട്ടണ്ടേ? നേരെ ഒന്ന് വെളുത്തോട്ടെ. ഈ പാർക്കുട്ടിയുടെ ചൊണ നിങ്ങൾ കണ്ടോ? വാ, എഴുന്നേറ്റ് വന്നേ. അയ്യോ, എന്റെ പുതപ്പ്. ആ, നിക്ക് 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 നിക്ക്. ആർക്കാ ഇത്? കൊച്ചുകൃഷ്ണൻ ചേട്ടനാ. ആ, ഇനിയിപ്പൊ ഇതൊന്നും നീ ചെയ്യണ്ട. അവന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ കാർത്തിയുണ്ട്. എന്താ ചുറ്റും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ആ, ഇങ്ങനൊക്കെ പറഞ്ഞാലേ പറ്റൂ. പാവം പോലെ നിന്നാലേ ഞാനും എന്റെ മോളും ദേ വരയ്ക്കേണ്ടി വരും. കാർത്തികേ, എടി കാർത്തികേ, ഈ പെണ്ണ് എവിടെ പോയി കിടക്കുന്നോ? എടുക്ക, പോത്ത് പോലെ കിടന്നുറങ്ങിക്കോ. സൂര്യൻ ഉച്ചിലായി. ഈ ചായ നിന്റെ കൊച്ചുകൃഷ്ണൻ ഞാൻ കൊണ്ടുകൊടുത്തു. എനിക്ക് വയ്യമ്മേ. ഇത് ഒരൊറ്റ വീക്കുച്ചതല്ലോ. പറയുന്ന അനുസരിച്ചാണോ? കൊണ്ടോടെ. നീ എന്തിനാണ് പുറപ്പാടാ? ഇന്ന് മുതൽ കാപ്പിയും ചായയും കാർത്തി കൊണ്ട് കൊടുക്കുന്നു കൊച്ചുകൃഷ്ണന്. അതിനിപ്പോ എന്താ? മോളെ, എന്റെ കുഞ്ഞിനെ ഞാൻ ഇന്ന് വരെ കരയിച്ചിട്ടില്ല, അറിയോ? കൊച്ചുകൃഷ്ണന്റെ കാര്യത്തിൽ എന്റെ കാർത്തിയുടെ കണ്ണ് തന്നെ ഞാനും സമ്മതിക്കില്ല. അവര് തമ്മിലുള്ള കല്യാണമേ നടക്കൂ. ആഹാ, അത് നിശ്ചയിക്കേണ്ടത് നീയാണോ? ആ, ഞാൻ നിശ്ചയിച്ചു. എനിക്ക് പെൺപിള്ളേര് 3. 3 ആയാലും 4 ആയാലും ശരി, കൊച്ചുകൃഷ്ണന്റെ കാര്യത്തിൽ നിങ്ങൾ വഴക്കുണ്ടാക്കണ്ട. അവന്റെ കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നീ എന്തോന്നാ തീരുമാനിച്ചത്? ഓ, ഒരു തീരുമാനക്കാരി. കണ്ണേറ്റിങ്കരയിലെ ഇളയ മോള് ഞാനാ. മൂത്ത ഏട്ടന്റെ മോൻ ഇളയ അനിയത്തിയുടെ മോളെ കെട്ടും. ഓ, അവളുടെ ഒരു ഓർഡർ. ആരെ കെട്ടണമെന്ന് പെണ്ണും ചെറുക്കന് തീരുമാനിച്ചോളും കേട്ടോ. തീരുമാനിക്കാനൊന്നുമില്ല, എന്റെ മോളുടെ കല്യാണമേ നടക്കൂ. നിർത്താനാ പറഞ്ഞത്. എല്ലാം ഞാൻ കേട്ടു. ഈ കണ്ണേറ്റിങ്കരയിൽ ഇതുവരെ ആരുടെ നാമത്തിനും പൊങ്ങിട്ടില്ല. എന്റെ കണ്ണടയുന്നവരെ ഞാൻ അതിനെ സമ്മതിക്കില്ല. അമ്മേ, ഇവരെല്ലാം കൂടെ എന്റെ മേ- മിണ്ടരുത് നീ. എന്താ നിങ്ങളുടെയൊക്കെ ഭാവം? കൊച്ചുകൃഷ്ണൻ ആരെ കല്യാണം കഴിക്കണമെന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എടാ വേണക്കുട്ടാ, ആ ജോത്സ്യനെ വിളിച്ച് അടുത്തുള്ള മുഹൂർത്തം നോക്കി കുറിച്ചോളാൻ പറയൂ. എന്താ ഈ തറവാട്ടിലെ ആദ്യത്തെ ചെറുമോള് രാധികയുടെ കഴുത്തിൽ
കൊച്ചു കൃഷ്ണൻ മിന്നു കെട്ടും. ആ എന്താ വിളിച്ചു വയ്ക്കുന്നത്? പറഞ്ഞത് കേട്ടില്ലേ? അങ്ങോട്ട് നടക്കൂ. എടി വാ, എന്നാ നീ തന്നെ കൊണ്ടുകൊടു, ഞങ്ങൾക്ക് വേണ്ടേ. എന്താണ് ഇത്രയധികം വിളിക്കാനുള്ളത്? ഇവിടെ വാ, ഇങ്ങോട്ട് മാറി. ഇവിടെ വരാൻ. എന്റെ ദൈവമേ, കള്ളം നാറി. ഇതെന്താ അനുഭവിക്കണം? ഇനി ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. വീട്